നമസ്കാരം, ഞാൻ നജീബ് വടതല. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രോയിലർ കോഴി ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയാണ്. നമ്മൾ ഓൾറെഡി ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഇതൊരു മറ്റൊരു രീതിയിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ മെയിൻ ഫംഗ്ഷൻ നാളെയാണ് കേട്ടോ. അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇന്ന് തലേ ദിവസമാണ്, കല്യാണ തലേന്നാണ്. അപ്പോൾ ഇന്ന് ചിക്കൻ ബിരിയാണിയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വാ. നമ്മൾ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള കൂട്ട് ആദ്യം റെഡിയാക്കുവാണ് കേട്ടോ. ചിക്കനിലൊന്ന് കോട്ടിങ് കിട്ടാൻ വേണ്ടി നമ്മൾ കോൺഫ്ലവർ പൊടി ചേർക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പൊടിയുപ്പാണ് ചേർക്കുന്നത്, കാശ്മീരി ചില്ലി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പകുതി ഇടുക കേട്ടോ, പകുതി ഇട്. യെസ്, യാള. ആ, അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിയുമ്പോൾ പൊരിച്ചെടുക്കാവേ. കറക്റ്റ് സ്വർണ്ണ കളറിൽ തന്നെ കോരിയെടുക്കണേ സവോള. ബ്രോയിലർ കോഴി ഫ്രൈ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് മൂത്ത് പോരുത് കേട്ടോ. ഒരു ആ ചിക്കൻ്റെ ഒരു കിളികിളിപ്പുണ്ട്, അതായത് ആ ഒരു ഒട്ടിപ്പ്, അത് മാറിക്കഴിഞ്ഞ് നമ്മൾ എടുക്കാവേ. അപ്പോൾ സോഫ്റ്റ് ഉണ്ടാവും. ചിക്കൻ അവിടെ ഫ്രൈ ആവട്ടെ, നമുക്കിവിടെ അതിനുള്ള ഗ്രേവി റെഡിയാക്കി എടുക്കാം. നമ്മളിപ്പോൾ ചിക്കൻ ബിരിയാണിക്കുള്ള ഗ്രേവി വാട്ടാൻ പോവാണ് കേട്ടോ. നമ്മൾ എണ്ണ ഒഴിക്കാം. നമ്മൾ ചിക്കൻ പൊരിച്ചതിൻ്റെ എണ്ണയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. എന്നാലേ ടേസ്റ്റ് കൂടും. ഇപ്പോൾ നമുക്ക് അതിനുള്ള സമയമില്ല, പൊരിച്ച് കഴിഞ്ഞിട്ട് ആ എണ്ണ എടുത്ത് ഗ്രേവി വാട്ടാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഗ്രേവി വാട്ടുവാണ്. ദം ചെയ്യണ മുമ്പ് നമുക്ക് ചിക്കൻ പൊരിച്ച എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാവേ. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാവേ. നമുക്ക് ഇതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാവേ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവേ. ഒരുപാടാവരുത് കേട്ടോ, ഒത്തിരി കളറിലേക്ക് പോകരുത്. ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാവേ. കഴുകി വാരി വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ്. ഇനി നമുക്കിത് നന്നായിട്ട് വാട്ടിയെടുക്കാവേ.
സവാള ഒരു 60% വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് മസാലപ്പൊടി ഇടുവാണ് കേട്ടോ. ഒരു 70% നമ്മുടെ സവാള വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഇതിന് 2 പൈനാപ്പിൾ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തക്കാളി അരിഞ്ഞത് കേട്ടോ. നമ്മൾ ഇതൊക്കെ ചേർക്കുക എന്ന് പറയുന്നത് വ്യത്യസ്തമായ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഒരേ ടേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഗ്രേവി അടിക്കുന്നത് കേട്ടോ. ഇന്നത്തെ പരിപാടി ചെയ്യുന്നത് നമ്മൾ പനങ്ങാട് ഭജന ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയും കേട്ടോ, അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഗ്രേവിയിലേക്ക് ചേർക്കുന്നത് തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടി അരച്ചതാണ് കേട്ടോ. തേങ്ങ നമ്മളൊരു 5 തേങ്ങ അരച്ചിട്ടുണ്ട്. പച്ച തേങ്ങ വറുത്ത് ചെയ്യുന്ന രീതിയുണ്ട് കേട്ടോ. വറുത്ത് തേങ്ങ അരച്ച് ചേർക്കുന്ന ഇതുണ്ട്, അത് ആലപ്പുഴ സ്റ്റൈലാണ്. അത് നമുക്ക് പിന്നീട് ചെയ്യാം കേട്ടോ. ആ ബിരിയാണി ഇത് പച്ച തേങ്ങ അരച്ചിട്ടുള്ള ബിരിയാണിയാണ്. ഇനി നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയുണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയിലാണ് സവാള വാട്ടുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ സെപ്പറേറ്റ് എണ്ണ എടുത്തേക്കുന്നതുകൊണ്ട് ഇനി ചിക്കൻ പൊരിച്ച എണ്ണ ഒഴിച്ചു കൊടുക്കാൻ, എന്നാൽ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസിൻ്റെ പരിപാടിയിലേക്ക് പോകാവേ. പൈനാപ്പിൾ നമ്മുടെ ഗ്രേവിയിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, നല്ലൊരു സ്മെല്ലും ടേസ്റ്റും കൂടുതലായിരിക്കും കേട്ടോ. അവസാനമായിട്ട് ഗ്രേവിയിൽ ഇനി നമ്മൾ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ 2 ചെമ്പിലാണ് ദം ചെയ്യുന്നത്. നമ്മൾ 2ലും സമസമമായിട്ട് ചിക്കൻ എടുത്ത് ഇതിലേക്ക് ഇടാവേ കേട്ടോ. രണ്ട് ചെമ്പിലും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഗ്രേവി ഒഴിച്ചു കൊടുക്കാവേ. ചിക്കൻ ബിരിയാണിക്ക് നമ്മൾ കൈമ റൈസാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കൈമ റൈസ് ആകുമ്പോൾ ഞങ്ങൾ ബിരിയാണിക്ക് വറുത്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് നമ്മൾ വെള്ളം എന്തായാലും തിളപ്പിക്കണമല്ലോ. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മസാല ഐറ്റംസ് ഏലക്ക, കറുവപ്പട്ട, തക്കോലം, ഗ്രാമ്പു, പത്രി, സാജീരകം, കുരുമുളക്, ഇതെല്ലാം കൂടി മസാല നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൈനാപ്പിള്, ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ 400 പേർക്കുള്ള ഫുഡാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. 60 കിലോ റൈസാണ് ചെയ്യുന്നത്. അതും 30 വെച്ചിട്ടാണ് കേട്ടോ ദം അടിക്കുന്നത്. നമ്മൾ ഒരു പാത്രം അരിക്ക് 1.25 പാത്രം വെള്ളം വെച്ചാണ് കേട്ടോ എടുക്കുന്നത്. 30 കിലോ റൈസ് ആയതുകൊണ്ട് അരി കുറയും തോറും വെള്ളത്തിൻ്റെ അളവും കൂടും കേട്ടോ. 30 കിലോ റൈസിന് 3 സൺഫ്ലവർ ആണ് ഇത്. 1 കിലോ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് അരി ഇടുവാണ് കേട്ടോ വറുക്കാനായിട്ട്. അരി വറുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല തീയിൽ വറുക്കരുത്, ഒരു മീഡിയം തീയിൽ വറുക്കാൻ പാടുള്ളൂ. നമ്മൾ റൈസിന് വെള്ളം വെച്ചപ്പോൾ കുറച്ച് കൂടുതലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് മസാലയ്ക്ക് ഒഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതിന് ഒരു പാത്രത്തിന് 1.25 വെള്ളം മതി കേട്ടോ. ഇപ്പോൾ 2 ബക്കറ്റ് വെള്ളം കൂടുതൽ വയ്ക്കും, കാരണം മസാലയ്ക്ക് നീര് വേണമല്ലോ, എന്നിട്ടല്ലേ നമ്മൾ ദം ചെയ്യുന്നത് കേട്ടോ. പിന്നെ മസാലയ്ക്ക് നമ്മൾ നീരൊഴിക്കുവാണ്. ഗ്യാസിൻ്റെ പവർ കുറക്കുവാണ് കേട്ടോ ദം ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ അടച്ചു കഴിയുമ്പോൾ പന്തം കത്തണ പോലെ കത്തും. തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ പവർ കൂടുതല, നമുക്ക് അധികം പവറിലേക്ക് വരരുത്. ഈ പവർ മതി. ഇനി നമുക്ക് മസാല അടുപ്പിലേക്ക് വെക്കാം. അരി നമ്മുടെ പരുവമായിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ
വിടർന്ന് വരുന്ന രീതിയാണ് കേട്ടോ. നല്ല ചൂട് റൈസിന് കിട്ടി കഴിയുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാവേ. ആ യാള റൈസും വെള്ളവും കൂടി ഒപ്പം ആയിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് മൂടി വയ്ക്കാം. നമുക്കൊരു 20 മിനിറ്റ് കഴിയുമ്പോൾ ദം ചെയ്യാവേ. മസാല ചെറുതായിട്ട് തിള വരുന്നുണ്ട്. നമുക്കിനി അതിലേക്ക് കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ഇടാം കേട്ടോ. മസാല പൊട്ടിത്തിളക്കാൻ തുടങ്ങിയിട്ടില്ലേ? ഇനി നമുക്ക് ദം ചെയ്യാം കേട്ടോ. റൈസിൽ മൂടി വലിക്കാം. നമ്മൾ ആദ്യം തന്നെ മേളത്തെ ചോറിങ്ങനെ വടിച്ചെടുക്കണം കേട്ടോ. മേളിൽ ജലാംശം ഇല്ലാതെ ഉണങ്ങിയിരിക്കും, വേവും കറക്റ്റായിട്ട് കിട്ടത്തുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മൊത്തം മേളത്തെ ചോറ് വരണ്ട് ഇങ്ങനെ എടുത്തിട്ട് മൊത്തം ഈ നീരിലേക്ക് പോകണം. നമുക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഒരു പകുതി റൈസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മേളിലാണ് നമ്മൾ ഇത് ഇടുന്നത് കേട്ടോ. അങ്ങനെ റൈസ് മൊത്തം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിൽ പാലും റോസ് വൈറ്റും കൂടി മിക്സ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഒരു 20 ml ഒരു റോസ് വൈറ്റും എടുത്തിട്ടുണ്ട്. ഒരു 300 ml പാലും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് എസൻസ് അടിക്കാനേ. ഇനി അണ്ടിപ്പരിപ്പും കിസ്മിസും സവാള വറുത്തതും കൂടി. ഇനി നമ്മൾ മൈദ ഒട്ടിക്കുവാണേ. ഇതിന് മൂടി ഒന്ന് കറക്റ്റ് ചെയ്തോ കേട്ടോ. എത്തിച്ച് ഇനി നമ്മൾ മൂടുവാണ് കേട്ടോ. യെസ്. ഇനി നമുക്ക് ദമ്മൊന്ന് ചെറുതായിട്ട് ചാടിച്ചിട്ട് തീ ഓഫ് ചെയ്യാവേ. ഇപ്പോൾ വീട്ടിൽ ഇങ്ങനെ ദമ്മ് ചെയ്യുകയാണെങ്കിൽ തന്നെ മൂടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഒരു ചെമ്പ് ദമ്മായിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. അത് പെട്ടെന്ന് തീർക്കട്ടെ. അങ്ങനെ നമ്മുടെ ദമ്മൊക്കെ ഏകദേശം ചാടിക്കൊണ്ടിരിക്കുകയാണ്. വലിച്ചിറക്കണം കേട്ടോ. ഓക്കെ. നമ്മൾ മേളിൽ കുറച്ച് കനലിടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ ദമ്മ് പൊട്ടിക്കുവാണേ. ഇതൊക്കെ ദമ്മ് കയറി വന്നേക്കണം. നമ്മുടെ കണ്ട ഇത്രയും ദമ്മ് കനമായിട്ട് കയറിയിട്ടുണ്ട്. രണ്ടും കൂടി മിക്സ് ആകുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. പിന്നെ പതിയെ ഇങ്ങനെ വരണ്ടി കഴിയുമ്പോൾ മൊത്തം അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ മൊത്തം റൈസ് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി മസാല. ഓക്കെ. അടിയിലും പിടിച്ചിട്ടില്ല. ചോറിന് മേളിൽ നമുക്കൊന്ന് വറുത്ത സവാള കുറച്ചിങ്ങനെ തൂളാം. ആഹാ, എന്താ ഭംഗി കാണാം അല്ലേ. ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാം കേട്ടോ. നമുക്ക് ആദ്യം റൈസ് ഇടാം. അല്ല ഒന്നിലൊന്ന് തൊടാതെ നല്ല പഴം പോലെ കിടക്കണം കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ മസാല വയ്ക്കാം. ഇത് ഇവിടെ ഇങ്ങനെ വയ്ക്കാം. ആഹാ, നമ്മൾ തന്നെയാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യുന്നത്. അവിടെ ആളായിട്ടില്ല. അപ്പോൾ നമ്മൾ തന്നെ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിജു ഉണ്ട്, നമ്മുടെ സുലഭൻ ചേട്ടൻ, മൊയ്തു, അനീഷ്, അളിയൻ, ഇക്ബാൽ. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം നമുക്ക് തന്നെ പരിപാടി നടത്താം. വാ. ഓക്കെ സുലഭൻ ചേട്ടാ.
മസാലയായിട്ട് പിടിച്ചോ. മസാലയായിട്ട് ആ പറ നന്നായി കഴിക്കേ കഴിക്കാം. സൂപ്പർ ബിരിയാണി, നല്ല ചൂടുള്ള ബിരിയാണി. ഇത് കഴിച്ചോണ്ട് തന്നെ ഇരിക്കും. മസാലയും റൈസൊക്കെ ഉളപ്പം സാധനമാണ് കേട്ടോ. സ്മൂത്തായിട്ട് ഇറങ്ങി പോകുന്നു. റൈസും കൂടി ഇങ്ങനെ കുഴച്ചിട്ടുണ്ടല്ലോ, ഇത് കഴിക്കാൻ സാറേ നമ്മള് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഒരു തൃപ്തി ഉണ്ടല്ലോ, ആ തൃപ്തിയിൽ അൽഹംദുലില്ലാ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.